നമസ്കാരം. ഇത് ചരിത്രധ്വനി. 16 മഹാപഥങ്ങൾ പരസ്പരം പോരടിച്ചപ്പോൾ അതിൽ എല്ലാവരെയും കീഴടക്കി ഇന്ത്യയിലെ ആദ്യത്തെ മഹാസാമ്രാജ്യമായി മാറിയത് മഹദയായിരുന്നു. എങ്ങനെയാണ് ഒരു ചെറിയ രാജ്യം ഇത്ര വലിയ ശക്തിയായി മാറിയത്? നമുക്ക് നോക്കാം. മഹദയുടെ വളർച്ചയ്ക്ക് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് പ്രകൃതി സംരക്ഷണം. ഗംഗാ നദിയുടെ സാമീപ്യം കൃഷിക്കും കച്ചവടത്തിനും വഴിയൊരുക്കിയിരുന്നു. രണ്ടാമതായി ഇരുമ്പയിര്. ആയുധങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ് മഹദിയിലെ വനങ്ങളിൽ നിന്ന് ധാരാളമായി ലഭിച്ചു. മൂന്നാമതായി ആനപ്പട. യുദ്ധങ്ങളിൽ ശത്രുക്കളെ തകർക്കാൻ മഹദ ആദ്യമായി ആനകളെ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നു. മഹദയെ വളർത്തിയ 3 പ്രധാന വംശങ്ങളാണ് ഹരിയങ്ക വംശം. ബിംബിസാരനും അജാതശത്രുവും മഹദിയുടെ അടിത്തറയിട്ടു. രണ്ടാമതായി ശിശുനാഗ വംശം. രാജ്യത്തിന്റെ അതിർത്തികൾ അവർ കൂടുതൽ വ്യാപിപ്പിച്ചു. മൂന്നാമതായി നന്ദവംശം. മഹാപത്മനന്ദന്റെ കാലത്ത് മഹദ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറി. നന്ദരാജാക്കന്മാരുടെ ആനപ്പടിയെ പേടിച്ചാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യം ഇന്ത്യയിലേക്ക് കടക്കാതെ മടങ്ങിയത് എന്നാണ് ചരിത്രം. എന്നാൽ ഈ നന്ദവംശം തകർന്നത് ഇന്ത്യ മുഴുവൻ ഭരിച്ച ഒരു ചാണക്യ തന്ത്രമുണ്ട്. അത് മൗര്യ സാമ്രാജ്യത്തിന്റെ കഥയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.